ഓം ശാന്തി. എല്ലാവർക്കും നമസ്കാരം. ബ്ലഡ് ഡൊണേഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ രക്തദാനം എന്ന് പറയുന്നത് ഒരു മഹത്തായ ദാനമാണ്. മറ്റൊരു ജീവൻ, അതും നമ്മൾ ഒരിക്കൽ ബ്ലഡ് കൊടുക്കുമ്പോൾ 3 ജീവൻ വരെ രക്ഷപ്പെടുന്നു എന്നുള്ളത് നമുക്ക് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ ബ്ലഡ്, നമ്മളിൽ നിന്നും എടുക്കുന്ന ബ്ലഡ് അതിൻ്റെ പല ഘടകങ്ങളായി വേർതിരിക്കുന്നു. പ്ലേറ്റ്ലെറ്റ്സ്, പ്ലാസ്മ, ബാക്കിയുള്ള റിമൈനിങ് ബ്ലഡ് വോളിയം. ഇത് ഓരോന്നും ഓരോ ഘട്ടങ്ങളിൽ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്കെല്ലാം അറിയുന്ന പോലെ ഡെങ്കു ഫീവർ, ഇപ്പോൾ ഇതിൽ പ്ലേറ്റ്ലെറ്റ്സ് ഭയങ്കരമായിട്ട് കുറയുന്ന ഒരു കണ്ടീഷനാണ്. ഇപ്പോൾ ഇത്തരം ആൾക്കാർക്ക് പ്ലേറ്റ്ലെറ്റ്സ് റിച്ച് ആയിട്ടുള്ള ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. പിന്നെ അല്ലാതെ ഈ ബ്ലീഡിങ് ഡിസോർഡേഴ്സ്, അപ്പം ബ്ലഡ് ഒരുപാട് പോകുന്ന കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ പ്ലാസ്മ ആണ് നമ്മൾ മെയിനായിട്ട് അവരിൽ കൊടുക്കുന്നത്. പിന്നെ അല്ലാതെ ബാക്കി ബ്ലീഡിങ് ഡിസോർഡേഴ്സിലെല്ലാം നമുക്ക് ബാക്കി റിമൈനിങ് ആയിട്ടുള്ള ശേഷിക്കുന്ന ബ്ലഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം ഒരു സമയത്ത് കൊടുക്കുന്ന ബ്ലഡ് കുറഞ്ഞ പക്ഷം ഒരു 3 പേരുടെ ജീവനെങ്കിലും രക്ഷിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. 18 വയസ്സ് തൊട്ട് 65 വയസ്സ് വരെയുള്ള സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാം. പക്ഷേ ഇവരുടെ ശരീരഭാരം കുറഞ്ഞത് 45 മുതൽ 50 കിലോ വരെ ആയിരിക്കണം. കൂടാതെ ബ്ലഡ് കൊടുക്കുന്ന സമയത്ത് അവരുടെ ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് 12.5% കുറവ് വരാൻ പാടില്ല. ഇത്രയും കണ്ടീഷനുള്ള ആൾക്കാർക്കാണ് ബ്ലഡ് കൊടുക്കാൻ പറ്റുന്നത്. കൂടാതെ നമ്മളൊരു വോളണ്ടറി ഡോണർ ആണെങ്കിൽ ബ്ലഡ് കൊടുക്കുന്നതിന് മുമ്പ് തലേന്ന് ഒരു മിനിമം 5 മണിക്കൂറെങ്കിലും നമ്മൾ ഉറക്കം നല്ലവണ്ണം ഒന്ന് ഉറങ്ങിയിട്ട് വേണം നമ്മൾ ചെല്ലാനായിട്ട്. കൂടാതെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം. ഓക്കെ, ഇത് 2 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. കൂടാതെ നമുക്ക് വേറെ മാനസിക ബുദ്ധിമുട്ടോ ശാരീരിക ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ എന്തെങ്കിലും ചെറിയ അസുഖങ്ങൾ, പനി, നമുക്ക് റെസ്പിറേറ്ററി ഡിസീസ്, അതിൻ്റെ ലക്ഷണമായ ചുമ, ഇതൊക്കെ ഉണ്ടെങ്കിൽ കഴിയുന്നതും അവോയ്ഡ് ചെയ്യണം. അത് മാറിയിട്ട് വേണം നമ്മൾ ബ്ലഡ് കൊടുക്കാനായിട്ട് പോകാനായിട്ട്. പിന്നെ ബ്ലഡ് കൊടുക്കാൻ പറ്റാത്ത ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ ഏത് അവയവത്തിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് ഉണ്ടെങ്കിൽ, ഇപ്പം ബ്രെയിനിന്റെ പ്രോബ്ലം വന്നിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ എപ്പിലെപ്സി, പാർക്കിൻസൺ ഡിസീസ്, അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹാർട്ട് ഡിസീസസ്, ലിവർ ഡിസീസസ്, കിഡ്നി ഡിസീസസ്, ഏത് ഓർഗൻ്റെ റിലേറ്റഡ് ഡിസീസ് ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റുന്നതല്ല. കൂടാതെ തൈറോയിഡ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ അതിൻ്റെ ടാബ്ലറ്റ്സ് കഴിച്ചിട്ട് ഹോർമോൺ ലെവൽ നോർമൽ കൊണ്ടുപോകുന്ന ആൾക്കാർ, ഇവർക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ സ്ത്രീകളിൽ അവരെ മെൻസ്ട്രേഷൻ സമയത്തും പ്രഗ്നൻസി സമയത്തും അവർ ബ്രസ്റ്റ് ഫീഡിങ് സമയത്ത്, ഈ 3 സമയത്തും കഴിയുന്നതും ബ്ലഡ് കൊടുക്കല്ല. അല്ലാത്ത സമയത്ത് പൂർണ്ണ ആരോഗ്യാവസ്ഥയിലെത്തുന്ന സമയത്താണ് അവർ ബ്ലഡ് കൊടുക്കേണ്ടത്. പിന്നെ പുരുഷന്മാർക്ക് ഒരിക്കൽ ബ്ലഡ് കൊടുത്താൽ പിന്നെ ഒരു 3 മാസം കഴിഞ്ഞിട്ട് വേണം അവർ വീണ്ടും ബ്ലഡ് കൊടുക്കാൻ. സ്ത്രീകളിൽ ഇത് 4 മാസമാക്കിയാണ് ആ ഗ്യാപ്പ് വെച്ചിരിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കൽ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ 24 തൊട്ട് 48 മണിക്കൂറിനകം നമ്മുടെ ബ്ലഡ് വോളിയം പൂർണ്ണമായിട്ടും തിരിച്ചു വരും. പക്ഷേ നമ്മുടെ ചുവന്ന രക്താണുക്കൾ, ദാറ്റ് ഈസ് RBCs, ഇതിന്റെ ഒരു റീജനറേറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് 56 ദിവസമാണ്. അപ്പോൾ അത് കാരണം മിനിമം 2 മാസമെങ്കിലും വേണം RBCs പൂർണ്ണമായി പഴയ അളവിലെത്താനായിട്ട്. ഈ ഒരു കാരണം കൊണ്ടാണ് പുരുഷന്മാർക്ക് 3 മാസവും സ്ത്രീകളിൽ ഒരു 4 മാസവുമായിട്ട് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഈ ബ്ലഡ് കൊടുക്കുന്ന സമയത്ത് ഇതിനെ ഒരു ഗാമ സ്റ്റെറിലൈസ്ഡ് ബാഗിലാണ്, പോളിത്തീൻ ബാഗിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അണ്ടർ സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയറിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു കാരണവശാലും പേടിക്കാനില്ല. ഒരു 10 മിനിറ്റാണ് ഇതിൻ്റെ ഒരു മാക്സിമം സമയം എടുക്കുന്നത്. അപ്പം വളരെ പെട്ടെന്ന് കഴിയും. അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ നമ്മളൊരു 5 മിനിറ്റ് നമ്മളൊന്ന് റിലാക്സ് ചെയ്യേണ്ടി വരും. ഒരു അരമണിക്കൂർ നമ്മൾ അണ്ടർ ഒബ്സർവേഷൻ ആയിരിക്കും. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നറിയാൻ. ഇപ്പം ഉറക്കം തീരെ ഇല്ലാതെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ സമയത്ത് ഭയങ്കരമായിട്ട് തലകറക്കവും മറ്റും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും ഉറങ്ങിയിട്ട് ബ്ലഡ് കൊടുക്കാൻ പോകണം എന്ന് കർശനമായിട്ട് പറയുന്നത്. പിന്നെ അതിനുശേഷം അവർ
ചെറുതായിട്ട് എന്തെങ്കിലും ഒരു സ്നാക്സോ അല്ലെങ്കിൽ ഡ്രിങ്ക്സ് കുടിക്കാനായിട്ട് എന്തെങ്കിലും വേണ്ടതാണ്. പിന്നെ ആ ഒരു ദിവസം ധാരാളം വെള്ളം കുടിക്കണം. കഴിയുന്നതും റെസ്റ്റ് എടുക്കുന്നത് നല്ലതാണ്. കൂടാതെ ഭക്ഷണം സമയത്തിന് കഴിക്കുക, നൈറ്റ് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക, സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ഒഴിവാക്കുക, ദേഹാധ്വാനം കഠിനാധ്വാനമുള്ള ജോലികൾ ചെയ്യാതിരിക്കുക. ഇതെല്ലാം ഇത് കഴിഞ്ഞിട്ട് ആ ഒരു ദിവസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം, ഇപ്പോൾ 2 ദിവസം 24 to 48 hours കൊണ്ട് നമ്മുടെ ഈ ബ്ലഡ് പഴയ വോളിയത്തിലെത്തുന്നതാണ്. 2 മാസത്തിനകം നമുക്ക് RBCs എല്ലാം പഴയ കൗണ്ടിൽ തിരിച്ച് എത്തുന്നതാണ്. അപ്പോൾ ഇതെല്ലാം വളരെയധികം പെട്ടെന്ന് തന്നെ നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ ഈ ബ്ലഡ് കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് നമ്മൾ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇതെല്ലാമാണ് ബ്ലഡ് ഡൊണേഷന്റെ ചെയ്യുന്ന പല കാര്യങ്ങൾ. പിന്നെ കൂടാതെ ഈ ബ്ലഡ് കൊടുക്കുന്നത് കൊണ്ട് കൊടുക്കുന്നവരുടെ കുറച്ച് ഉപയോഗങ്ങളുണ്ട്. എന്തെന്ന് വെച്ചാൽ ഈ ബ്ലഡ് സ്ഥിരമായിട്ട് കൊടുക്കാതിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ബ്ലഡ് ഡെൻസിറ്റി അല്ലെങ്കിൽ വിസ്കോസിറ്റി കുറച്ച് കൂടുതലായിരിക്കും. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് കൊടുക്കുന്നവരിൽ ബ്ലഡ് വിസ്കോസിറ്റി കുറയുകയും ഈ ക്ലോട്ടിംഗ് ഡിസോർഡേഴ്സ് നമുക്കെല്ലാം അറിയാവുന്നതാണ്. നമ്മുടെ മയോകാർഡ് ഇൻഫാക്ഷൻ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ട്രോക്ക്, ബ്രെയിനിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് ഒരു വശം തളർന്നു പോകുന്ന കണ്ടീഷൻ, ഇതെല്ലാം വരുന്ന സമയത്ത് ബ്ലഡ് ക്ലോട്ട് വന്നിട്ടാണ് ഈ രക്തക്കുഴലിനകത്ത് നമ്മൾ ത്രോംബസ് എംബോളസ് എന്നുള്ള കെട്ടാൻ പറയും. അതായത് ബ്ലഡ് ക്ലോട്ട് വന്നിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ബ്ലഡ് ഇടയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരിൽ ബ്ലഡിന്റെ വിസ്കോസിറ്റി കൂടുതലായിരിക്കത്തില്ല. ഈ ഒരു കാരണം കണ്ടു തന്നെ ബ്ലഡ് ക്ലോട്ടിങ് വരാനുള്ള ചാൻസ് ഇവരിലെല്ലാം കുറവാണ്. പിന്നെ കൂടാതെ ബ്ലഡ് കൊടുക്കാത്ത ആൾക്കാരിൽ അയണിന്റെ കണ്ടന്റ് ബ്ലഡിൽ കൂടുതലായിരിക്കുകയും ഇത് വന്നിട്ട് ഹാർട്ടിലും ലിവറിനെല്ലാം അതിൻ്റെതായ ഡിസീസസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലുമാണ്. കഴിയുന്നതും നമ്മൾ ബ്ലഡ് കൊടുക്കാനായിട്ട് തന്നെ എല്ലാവരും ശ്രമിക്കുക. കാര്യം ഇത് നമ്മൾ പല ആൾക്കാരുടെ ജീവൻ രക്ഷിക്കുന്ന കാര്യമാണ്. ചിലപ്പം നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടം വന്നു കഴിഞ്ഞാൽ ഈ ബ്ലഡ് ബാങ്കുകളിൽ ആവശ്യത്തിനുള്ള ബ്ലഡ് സ്റ്റോർ ഉണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ നമ്മുടെ ജീവനായിരിക്കും ആ ഒരു സമയത്ത് രക്ഷപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോൾ നമ്മുടെ ജീവൻ അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് നമ്മൾ കാരണക്കാരാവുന്നു. അപ്പം ഈ 18 തൊട്ട് 65 വയസ്സ് വരെയുള്ള എല്ലാ ആൾക്കാരും അവരുടെ വെയിറ്റ് 45-50 കിലോ കൂടുതലുണ്ടെങ്കിൽ കഴിയുന്നതും 3 മാസം ആണുങ്ങൾക്കും 4 മാസം സ്ത്രീകൾക്കും ആ ഒരു ഗ്യാപ്പിൽ ബ്ലഡ് കൊടുത്ത് നമ്മുടെ സമൂഹത്തിലെ എല്ലാവർക്കും അവരുടെ ജീവൻ നിലനിർത്താനുള്ള ഒരു അവശ്യ കാരണമായി മാറണമെന്ന് ഞാൻ നിർദ്ദേശിക്കുകയാണ്. ഇത് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബ്രഹ്മകുമാരീസ് ഓഗസ്റ്റ് മാസം 22, 23, 24 തീയതികളിൽ ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന മഹാ രക്തദാന ക്യാമ്പിലേക്ക് കേരളത്തിലുള്ള എല്ലാ നല്ലവരായ ആൾക്കാരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്.